ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത് അനുമോൾ ബിൻസി ഇഷ്യൂ ആണ്. എന്നോട് പലരും വന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ ആയിക്കോട്ടെ നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലായിക്കോട്ടെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അനുമോളെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ അനുമോൾ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ്, പിന്നെ കുറ്റം പറയുകയല്ലേ ചെയ്യേണ്ടതുള്ളൂ. അനുമോളെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാവും, 16 ലക്ഷത്തിൻ്റെ PR ഉണ്ടായിരിക്കാം. ഈ 1 മില്യൺ ഫോളോവേഴ്സിനെ തന്നെ ഒരു റീലിട്ട് വെളുപ്പിച്ചെടുക്കാൻ അനുമോൾക്ക് പെട്ടെന്ന് കഴിയും. പക്ഷേ നമ്മുടെ ബിൻസിയെ സംബന്ധിച്ചിടത്തോളം ബിയുടെ ഇൻട്രോ വീഡിയോയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അച്ഛനൊരു ഓട്ടോ മേടിച്ചു കൊടുത്തിട്ട് പയ്യെ കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് RJ ബിൻസി എന്ന് പറയുന്ന വ്യക്തി. RJയാണ്, കൂടാതെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എവിക്റ്റ് ആയതിനു ശേഷം അപ്പം തന്നെ തലയിലൊരു ഇടുത്തി വീണതുപോലെ അനുമോൾ ഇങ്ങനെ പറയുകയാണ്, താങ്കൾ കാരണമാണ് ഒരു കുട്ടി പുറത്തായത് എന്ന്. അത് വീട്ടിൽ നിന്ന് കാണുന്ന ഒരാളുടെ മാനസികാവസ്ഥ, പിന്നെ കൂടാതെ PR-ൻ്റെ സൈബർ ബുള്ളിങ്ങും നേരിട്ടുകൊണ്ടിരിക്കുന്ന ബിൻസി. 2 മാസത്തോളം ബിൻസി എന്ന് പറയുന്ന വ്യക്തി ജോലിക്ക് പോവാതെ RJ പണി എടുക്കാതെ പിന്നെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പൂർണ്ണമായി നിർത്തിയിട്ട് പിന്നെ ഇപ്പോൾ RJ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ട്രോമയിലൂടെ കടന്നുപോയ RJ ബിൻസി ഇന്ന് പൊട്ടിത്തെറിച്ചതിൽ ഒരു കുറ്റവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്നായി. ഞാൻ ബിൻസിയുടെ എവിക്ഷൻ പോലും അൺഫെയർ ആയിരുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. നെവിനോട് അന്ന് പൊട്ടിത്തെറിക്കുന്നത് കണ്ടപ്പോൾ തന്നെ, അതായത് പണ്ടത്തെ വീഡിയോയിൽ പൊട്ടിത്തെറിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു RJ ബിൻസി ഒരു രക്ഷയില്ലാത്ത ആളാണ് എന്ന്. നിങ്ങൾക്ക് ഇന്നും എടുത്തു നോക്കിയാൽ അറിയാം, RJ ബിൻസി എവിക്റ്റായ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഇത് വളരെ അൺഫെയർ ആയിരുന്നു, അടിപൊളി കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്ന്. ഇത് ഞാൻ പല പ്രാവശ്യം പല വീഡിയോകളിലായി ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അത് ഇന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ ശരിക്കുമുള്ള വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് അനുമോളോട് പറഞ്ഞത്. അതിലെനിക്ക് നല്ല ചാരിതാർത്ഥ്യമുണ്ട്. എല്ലാവരും കൂടെ ഉള്ളപ്പം ബിൻസി ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അനുമോൾക്ക് ഉത്തരവില്ല. എന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് പറയുകയാണ്, അപ്പാണീൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, ശൈത്യൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, എല്ലാം എൻ്റെ ബിഗ് ബോസിന് അറിയാമെന്ന്. ഇപ്പോൾ ബിഗ് ബോസിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. മൈക്ക് മാറ്റി പലതവണ പലരെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും ഒരു നാളിത് തിരിച്ചു വരുമെന്ന് അനുമോൾ ഒട്ടും പ്രതീക്ഷ കാണില്ല. പക്ഷേ ഇന്ന് ആ ദിവസമായി ഞാൻ കണക്കാക്കപ്പെടുന്നു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, 100 തേങ്ങ ഒരു ദിവസം കൊണ്ട് പൊതിച്ചു എന്ന് സിമ്പതി കാർഡ് ഇറക്കുന്ന അനുമോളെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, അതോ ജെന്യുവിനായി സ്വന്തം ജീവിതം കെട്ടിപ്പടുത്തുയർത്താൻ നോക്കുന്ന ബിൻസിയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. PR-നോടല്ല ചോദിക്കുന്നത്, ശരിക്കുമുള്ള ജനങ്ങളോടാണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ന് സംഭവിച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ബുൻഷിക്ക് നല്ല രീതിയിൽ ഇന്ന് അക്ബർ കൊടുത്ത കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നെവിൻ കിച്ചൺ ടീമിൽ പോകുന്നു, അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. എന്നിട്ട് നെവിനെ എല്ലാവരും കൂടെ താഴ്ത്തി കിട്ടുന്ന സമയത്ത് അക്ബർ അവിടെ വന്നിട്ട് നമ്മുടെ ജിഷിനോടും മുൻഷിനോടും നല്ല രീതിയിൽ അവിടെ വർത്തമാനം പറയുന്നുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ശൈത്യനോടാണ് ചോദിക്കാനുള്ളത്, ശൈത്യ എന്ത് വൃത്തിയായിട്ട് കളി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും വലിയ വിഷമായ ഷാനവാസിനോട്, ആദിലനോടും നൂറേനോടും ഷാനവാസിനോട് പോയി മിണ്ടാൻ പറയുകയാണ് ശൈത്യ ഇത് പുറത്തുനിന്ന് കണ്ടിട്ട് വന്നതല്ലേ എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. പക്ഷേ ഇന്ന് ശാരിക ഗേബിനെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ശൈത്യമായിട്ട് കൊമ്പ് ഓർക്കുന്നുണ്ട്, നൂറയായിട്ട് കൊമ്പ് ഓർക്കുന്നുണ്ട്. നൂറ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഈ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചൊറിയും ചൂടാവും, അത് കേൾക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് എന്ന് നൂറ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആദില മനസ്സിലാക്കുക, അല്ലെങ്കിൽ അനുമോൾ മനസ്സിലാക്കുക. അങ്ങനെ ചൊറിഞ്ഞിട്ടുള്ളവർ ആരുണ്ടെങ്കിലോ അവരൊക്കെ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയുള്ള വീഡിയോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു.